നമസ്കാരം, അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഇന്ന് രാവിലത്തെ പ്രഭാതം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് 21-ാം തീയതിയാണ്. ജനുവരി 1, 2025 21-ാം തീയതിയാണ്. അതിരൂക്ഷമായ ഭയങ്കര ഒരു അപകടമാണ് എടപ്പാളിൻ്റെ കുറ്റിപ്പുറത്ത് നടുഭാഗമായ മാണൂർ അങ്ങാടിക്ക് വെച്ച് പരിസരത്ത് വെച്ച് സംഭവിച്ചത്. കണ്ണൂരിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാവൽസ് വണ്ടി, അതായത് നമ്മൾ ടൂറിസ്റ്റ് ബസ് പോലത്തെ വണ്ടി, ബുക്കിംഗ് ഓട്ടങ്ങൾ പോകുന്ന വണ്ടി, അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന ഒരു ട്രാൻസ്പോർട്ടും കൂടി കൂട്ടിയിടിച്ചുള്ള അതിദാരുണമായൊരു അപകടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം ഒരു അപകട വളവാണ് ഈ വളവ്. അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പ്രദേശത്തുള്ളവർക്ക് മറ്റു അനുബന്ധ ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ CP ബാവ ഹാജി അവരുടെ വീടിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ടാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. വെളുപ്പിന് ഒരു 3:30 മണിയോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക് ചെയ്ത് കൊടുന്ന ആ ടൂറിസ്റ്റ് ബസ്, അതിൻ്റെ ഒരവസ്ഥ ഇതാണ്. അപ്പോൾ അവിടെയാണ് കരുതിയിരുന്നത്. വണ്ടി JCB മറ്റു ക്രെയിനൊക്കെ ഉപയോഗിച്ച് വലിച്ചുകൊണ്ട് മാറ്റിയതാണ്. സ്വാഭാവികമായിട്ടും യാത്രക്കാരൊക്കെ ഉറക്ക സമയമായിരിക്കും. വെളുപ്പിന് 3:30 മണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സമയമാണ്. യാത്രക്കാരൊക്കെ വളരെ സേഫായിട്ട് ഒരു മിനി സ്ലീപ്പർ സീറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും വളരെ വലിയൊരു അപകടമാണ് നടന്നത്. ഭാഗ്യവശാൽ ആളുകൾക്കൊന്നും വലിയ സീരിയസ് ആയിട്ടുള്ള പരിക്കുകളില്ല. ചില പരിക്കുകളും ചില തട്ടലും മുട്ടലും പൊളിച്ചിലും ഒഴികെ ബാക്കിയൊന്നുമില്ല. നമുക്കൊരു ആശ്വസിക്കാനുള്ള ഒരു വക അതും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ സമയത്താകുമ്പോൾ എല്ലാവരും ഒരു ഉറക്ക സമയമാണ്. ആളുകൾ പൊതുവെ ഒരു ഉറങ്ങുന്ന സമയമാണ്. രണ്ട് വാഹനങ്ങളുടെയും മുൻഭാഗം ഏകദേശമൊക്കെ പരിപൂർണമായി തകർന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എപ്പോഴും ഇവിടെ സ്ഥിരം ഒരു അപകട വളവ് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉറക്കത്തിൻ്റെ സമയമാണ് വെളുപ്പിന് 3:30 മണി. ചില ആളുകളൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം, നമ്മൾ KSRTC ഡ്രൈവറെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റു ചില ആളുകളൊക്കെ തൃശ്ശൂരും കോഴിക്കോടൊക്കെ മെഡിക്കൽ കോളേജുകൾക്കും അതുപോലെ എടപ്പാൾ സ്വകാര്യ ആശുപത്രിയിലൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു വിവരം. കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ട് വരുന്നേ ഉള്ളൂ. റാഫ് റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം എപ്പോഴും പറയുന്നതാണ്, ഒരു മുഖമുദ്ര തന്നെ ഇതാണ്: ഒരൊറ്റ ശ്രദ്ധ ഒരുപാട് ആയുസ്. റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നുള്ളതാണ്. ചിലപ്പം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഉറക്കത്തിൻ്റെ സമയമാണ് ഈ വെളുപ്പിന് 3 മണി 3:30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സെക്കൻഡ് ആരെങ്കിലും ഏതെങ്കിലും ഒരു വാഹനത്തിലാൾ ഒരു കണ്ണടച്ചാൽ പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താ വെച്ചാൽ ഈ വണ്ടി ശബരിമലയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അവിടെ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. ചെയിൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ആകെ ക്ഷീണിച്ച് മനുഷ്യരല്ലേ ആകെ ഇടങ്ങറായി വരുന്ന സമയമായിരിക്കും. എന്തായാലും വളരെ ദാരുണമായൊരു അപകടമാണ് നടന്നത്. കുറേ ആളുകൾക്ക് പരിക്കുകളുണ്ട്. പല ആളുകളും പല ആശുപത്രികളിലായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പല ആളുകളും മെഡിക്കൽ കോളേജുകൾക്ക് മാറ്റിയിട്ടുണ്ട്. ഈ നമ്മളെ KSRTC ഡ്രൈവറെ നമ്മൾ എന്താ പറയുക, കോട്ടക്കൽ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരം. ഇപ്പോൾ അത് നമ്മുടെ ഈ യന്ത്രങ്ങൾ പൊക്കിളിന് അതുപോലെ തന്നെ JCBയും ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് സ്ഥിരം അപകട വളവ് തന്നെയാണ്. പെട്ടെന്ന് ആരും ഇനി അപകടം ഇല്ലാണ്ടിരിക്കാനാണ് ഈ വാഹനം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ബന്ധപ്പെട്ട KSRTC ജീവനക്കാരും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഒന്നും നിവർത്തില്ല. കാരണം രാത്രി ഓട്ടങ്ങളുള്ള ട്രിപ്പ് പോകുന്ന വാഹനങ്ങൾക്ക് നിവർത്തില്ല. അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് 2 വാഹനങ്ങളിലാണെങ്കിൽ ആളുകൾ ചെയ്തേ പറ്റുള്ളൂ. പ്രത്യേക സ്ഥലത്ത് നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളെക്കാളും നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഓടിച്ച് പോകുന്ന വാഹനങ്ങളാണെങ്കിൽ നമുക്കത് മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കം വരികയാണെങ്കിൽ നമുക്കൊന്ന് ഒരു അല്പസമയം ഒന്ന് വിശ്രമിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വിശ്രമിച്ച് വാഹനം നിർത്തി ഒതുക്കി ഒക്കെ ചെയ്യണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. നിരന്തരം നമ്മൾ പല അപകടങ്ങളും ഓരോ നിമിഷങ്ങളിലും കണ്ടും കേട്ടും ഇരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ റോഡ് അപകടങ്ങൾ അറിയാമല്ലോ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്: ഒരിട്ട് ശ്രദ്ധ ഒരുപാട് ആയുസ്. റോഡ് സുരക്ഷ ജീവൻ രക്ഷ. അപ്പോൾ വലിയ മണ്ണുമാന്ത്രിയ യന്ത്രം ഉപയോഗിച്ച് അപകടം പറ്റിയ KSRTC വണ്ടി ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് പോയിരുന്നു. അത്
എടുത്ത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വാഹനത്തിൻ്റെ ബോഡിയിലൊക്കെ ആളുകളെ രക്തം ചീറ്റിയതിൻ്റെ കറകളും രക്തം ഒലിച്ച് കിടക്കുന്ന പാടുകളൊക്കെ കാണാൻ കഴിയും. എന്തായാലും വളരെ രൂക്ഷമായിട്ടുള്ള വലിയൊരു അപകടമാണ് നടന്നത്. ഒരുപാട് എന്തോ ഭാഗ്യത്താൽ നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്താ ദൈവഗുരുത്തം പോലെ ഒരുപാട് ആളുകൾക്കൊന്നും ഭയങ്കര സീരിയസ് ആയിട്ട് അപകടങ്ങൾ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ആളുകളെ നിസ്സാര പരിക്കുകളല്ല താനും. കുറേ ആളുകൾ മെഡിക്കൽ കോളേജുകൾക്ക് മാറ്റുകയും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വാഹനം KSRTC വണ്ടി അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം. കാരണം ഏകദേശം ഒരു ഭാഗം റോഡിൻ്റെ ഒരു പകുതിയോളം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് വാഹനം കാണാൻ കഴിയുന്നത്. അപ്പോൾ വണ്ടി പൊന്തിക്കലുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രാഫിക് നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിട്ട് ശ്രദ്ധ ഒരുപാടായ റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2-3 മണ്ണുമാന്തി യന്ത്രങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണിത് പൊന്തിച്ച് റോട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന അറിഞ്ഞുകൂടാ. ഒരു ശ്രമം പരാജയപ്പെട്ട് രണ്ടാം ശ്രമം ആളുകൾ അതിൻ്റെ ജീവനക്കാർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗങ്ങളിൽ റോഡുകൾ ഗതാഗത നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വെച്ചാൽ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് കയറ് ലോഡ് ചെയ്തിട്ട് വലിക്കുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. KSRTC വണ്ടി നീങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യമാണ്. അതിൻ്റെ എന്തൊക്കെ സാധ്യതകൾ, എന്തൊക്കെയാണ് അപകട സംഭവങ്ങളെന്നുള്ളത്. അപ്പോൾ വലിക്കാനുള്ള രണ്ടാമത്തെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ഐഡിയ പ്രകാരം ചില വണ്ടി നിൽക്കുന്നത് KSRTC ബസ് നിൽക്കുന്നത് ഇടിച്ച് അങ്ങനെ ചാടിയൊരു രീതിയിലാണുള്ളത്. അപ്പോൾ അതൊരു മൂന്നാമത്തെ ശ്രമം ആളുകളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് മൂന്നാമത്തെ രീതിയിൽ അതിനെ റിക്കവർ ചെയ്തിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. അറിയാലോ, ഹൈവേ റോഡ് പ്രത്യേകിച്ച് പുലർച്ചെ സമയമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. നല്ല ഗതാഗതക്കുരുക്കും ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ശ്രമം പരാജയപ്പെട്ട് മൂന്നാമത്തെ ശ്രമത്തിനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അതിനുവേണ്ടി പൊക്കിലിൽ വണ്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. റോഡ് സുരക്ഷ ജീവൻ രക്ഷ ഒരിക്കൽ കൂടി പറയാം. ഒരിട്ട് ശ്രദ്ധ ഒരുപാട് ആയുസ്. അപകടമില്ലാത്ത രീതിയിലുള്ള വാഹന നിയന്ത്രണമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹത്തോടെ ഇടവേള റാഫ്.